പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. കേരള മുസ്ലിം ജമാഅത്തിന്റെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ മിലാദ് സമ്മേളനവും നബിദിന സന്ദേശ റാലിയും നടത്തി. ചങ്ങനാശ്ശേരി പൊട്ടശ്ശേരി മർക്കസിൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ ചേർന്ന മിലാദ് സമ്മേളനം കേരള മുസ്ലിം ജമായത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് റഫീഖ് അഹമ്മദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം അന്നദാനത്തിന്റെ വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ബഷീർ ഹാജി വെലശ്ശേരിക്ക് നൽകിയായിരുന്നു അന്നദാന വിതരണ ഉദ്ഘാടനം. തുടർന്ന് നടന്ന നബിദിന സന്ദേശ റാലിക്ക് മർക്കസ് ഇമാം അബ്ദുൽ സലാം ബാക്കഫി, പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ നൂറാനി, PA സാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നപ്ര പറവൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ സമ്മേളനം നടത്തി. ചീഫ് ഇമാം മുഹമ്മദ് അസ്ഹരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമായ ഖുർആനിലെ വാക്യം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആയത്തിനെ ഉണർത്തിക്കൊണ്ട് ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ മഖ്ബൂസ് മൗലിദിന്റെ ആദ്യ ഹദീസിന്റെ മൂന്നാമത്തെ വരിയിലായി കാണാം അന്ത മുജീന വദ മിൻ ശഫാഅതിക സഫാ من لنا مثلك يا سيدي خير النبي زيدي مخدوم لنا الأرض ചോദിക്കുന്നു വിശ്വാസികളെ من لنا مثلك يا سيدي خير النبي ഇതുപോലുള്ള ഒരു പ്രവാചകൻ തുല്യമായി വെക്കാൻ ആർക്കാണ് സാധിക്കുക? സമ്മേളനത്തിൽ ജമായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് അസീം സക്കാഫി പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് സൽമാൻ അഹസനി മുഖ്യപ്രഭാഷണം നടത്തി. രാജ അടിച്ചിയിൽ, ജമാൽ പള്ളാത്തുരുത്തി, മഷൂർ അഹമ്മദ്, KM ജുനൈദ്, സുധീർ പുന്നപ്ര, അജീബ് ബ്രദേഴ്സ്, ഹാഷിം പടിയത്ത്, വാർഡ് മെമ്പർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയവർക്കുള്ള അവാർഡുകളും മത്സരങ്ങളിൽ വിജയം നേടിയവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തെരുവു മക്കളുടെ അഭയകേന്ദ്രമായ പുന്നപ്ര ശാന്തി ഭവനിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. തിരുവോണ നാളിൽ പുലർച്ചെ അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് വർണ്ണാഭമായ പൂക്കളം ഒരുക്കി. രാവിലെ 10-ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാവേലി മന്നൻ ഓണാശംസകൾ നേർന്ന് പ്രചരണം ആരംഭിച്ചു. വാഹനത്തിലൂടെ നടത്തിയ മാവേലി മന്നന്റെ പ്രചരണ പരിപാടികൾ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാട് മുഴുവൻ ഓണാശംസിക്കുമ്പോൾ ശാന്തിഭവൻ ഞങ്ങളും ചെറിയ രീതിയിലുള്ള ഓണാഘോഷിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. എല്ലാവർക്കും ഓണാശംസയായിരുന്നു. ശാന്തിഭവനിലുള്ള 170ഓളം പേരെടുപ്പുണ്ട്, 20ഓളം ജോലിക്കാരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ അന്യ സംസ്ഥാനക്കാരും 3-4 മലയാളികളേ ഉള്ളൂ. ഞാൻ ആരെയും കാശ് കൊടുത്തെടുത്ത് നോക്കാറില്ല, കാശ് മേടിച്ച് നോക്കാറില്ല. വിദേശത്ത് പാസ്പോർട്ട് എടുക്കാനും വിദേശത്ത് പോകാറില്ല. എല്ലാ ജാതി മതസ്ഥരും കൂടെ ഞങ്ങൾ തീറ്റിപ്പോറ്റുന്നു. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ വീണ്ടും വരണം, ഞങ്ങളെ പട്ടിണിക്കിടരുത്. ഓണായിട്ട് ഇന്ന് ഭക്ഷണം കൊടുക്കുക. പ്രധാനപ്പെട്ട കമാലിമാക്കിയിലും ഒക്കെ വന്നിരുന്നു. ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശംശായി സ്ഥിരീകരിക്കട്ടെ. നേപ്പാൾ സ്വദേശിയായിരുന്നു മാവേലി വേഷം കെട്ടിയത് എന്നുള്ളത് ഏറെ കൗതുകം ജനിപ്പിച്ചു. ദേശീയപാതയിലൂടെയും മുല്ലക്കൽ തെരുവിലൂടെയും പ്രയാണം നടത്തിയ മാവേലി ഉച്ചയ്ക്ക് 1 മണിയോടെ ശാന്തി ഭവനിൽ തിരികെ എത്തി. തുടർന്നായിരുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യ. പൊതുപ്രവർത്തകൻ കമാലം മാക്കിയിലാണ് തിരുവോണ സദ്യ അന്തേവാസികൾക്ക് സ്പോൺസർ ചെയ്തത്. സദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുന്നപ്ര തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സാദിഖം മാക്കിയിൽ, PA കുഞ്ഞുമോൻ, കബീറം മാക്കിയിൽ, സമീർ പുന്നപ്ര, സിബിൻ തോമസ്, ദിവ്യ, പ്രശാന്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ സെപ്റ്റംബർ 16-17 തീയതികളിലായി കുടുംബസംഗമം ചേരുന്നു. വിപുലമായ ഓണപരിപാടികളാണ് ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓണവെയിൽ 2024 എന്ന പേരിലാണ് കുടുംബസംഗമവും ഓണപരിപാടികളും. തിങ്കളാഴ്ച രാവിലെ 10-ന് കലാകായിക മത്സരങ്ങളോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്.
അത്തപ്പൂക്കളം, കസേരകളി, സ്പൂണും നാരങ്ങയും, സുന്ദരിക്ക് പൊട്ടുകുത്ത് തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേകം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഓരോ വർഷവും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ അനന്താശ്രമം ശാഖയ്ക്ക് കഴിയുന്നുണ്ടെന്ന് ശാഖാ പ്രസിഡന്റ് ടി.ഡി. രമേശൻ പറഞ്ഞു. അനന്താശ്രമം ശാഖായോഗത്തിൻ്റെ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണാഘോഷവും കുടുംബസംഗമവും ഇന്നും നാളെയായിട്ട് അനന്താശ്രമത്തിൽ ആഘോഷിക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ മുതൽ മുതിർന്നവർ വരെ എല്ലാ കായിക കലാ മത്സരങ്ങളും ഇന്നിവിടെ നടക്കുകയാണ്. നാളെ ഇവിടെ ഓണസദ്യയുണ്ട്. എല്ലാ ശാഖായോഗ അംഗങ്ങളും ഇവിടെ മത്സരത്തിനെത്തുന്നുണ്ട്. വർഷങ്ങളായി ഞങ്ങളിവിടെ നടത്തി വരുന്ന ഈ ഓണാഘോഷ പരിപാടി 2 ദിവസം ഇവിടെ ഭംഗിയായി തന്നെ ഇവിടെ നടന്നു വരികയാണ്. നാളെ ഉച്ചയോടുകൂടി ഓണസദ്യയും അതിനുശേഷം നടക്കുന്ന സമ്മേളനത്തിലും അതിനുശേഷം നടക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളും എല്ലാം നടത്തി നാളെ 5 മണിയോടുകൂടി ഈ ഓണാഘോഷവും കുടുംബസംഗമവും അവസാനിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഈ അനന്താശ്രമം ശാഖായോഗത്തിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഓണസദ്യയ്ക്ക് ശേഷം ചേരുന്ന സമാപന സമ്മേളനം SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് ഖോനാട്ട് ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ കുടുംബസംഗമ സന്ദേശം നൽകും. വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡുകളും മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. ശാഖായോഗം സെക്രട്ടറി ഇൻചാർജ് R. സന്തോഷ് രവിസദനം, വൈസ് പ്രസിഡന്റ് GS സജിത് റോയി എന്നിവർ നേതൃത്വം നൽകും. ശാഖായോഗം പ്രസിഡന്റ് ടി.ഡി. രമേശൻ തടത്തിലിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ. കരുതലിന്റെ വെളിച്ചം വീശുന്നതായിരുന്നു ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണസദ്യ. തിരുവോണ ദിവസവും ജോലി ചെയ്യേണ്ടി വന്ന KSEB ജീവനക്കാർക്കൊപ്പമായിരുന്നു ക്ലബ്ബ് അംഗങ്ങളുടെ ഓണാഘോഷം. തിരുവോണ ദിനം ഞായറാഴ്ച കൂടി ആയിരുന്നതിനാൽ മിക്ക ടൗണുകളിലും ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു. കടകളെല്ലാം അടഞ്ഞുകിടന്നു. ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കായി എത്തിയവരാണ് ഇതുമൂലം പ്രയാസം നേരിട്ടത്. ഇത് മനസ്സിലാക്കിയായിരുന്നു എടത്വ KSEB ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കായി എടത്വ ടൗൺ ലയൺസ് ക്ലബ്ബ് ഓണസദ്യ ഒരുക്കിയത്. സദ്യ ഉൾപ്പെടെ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ലയൺ റോബിൻ ടി കളങ്ങര ഉദ്ഘാടനം ചെയ്തു. പേമാരികളെയും എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് സുഖമായി ഉറങ്ങുന്നതിനും നമുക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നൽകുന്നതിനും ബഹുമാനപ്പെട്ട KSEB ജീവനക്കാർ വളരെയേറെ പ്രവർത്തനമായ രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ ലൈൻ മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണ് ഇത്. കാരണം അദ്ദേഹം ഞങ്ങളോട് ഇത് ആവശ്യപ്പെട്ടതൊന്നുമല്ല, ഇങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വമേധയാ തീരുമാനിച്ച് ഇവിടെ വന്നു നമ്മളുടെ ഈ പ്രോഗ്രാം നടത്തുകയാണ് ചെയ്തത്. ഇത് എല്ലാവരും ഓണം ഉണ്ണുമ്പോൾ നമുക്കും ഓണം ഉണ്ണാനുള്ള അവകാശമുണ്ട്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ജോൺസൺ വി ഇടുക്കുള അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ബിൽബി മാത്യു കണ്ടത്തിൽ, ബിനോയ് കളത്തൂർ, K. ജയചന്ദ്രൻ, വിൽസൺ കടുമത്ത് എന്നിവർ സംസാരിച്ചു. KSEB എടത്വ സബ് എഞ്ചിനീയർ K. അജീഷ് മറുപടി പ്രസംഗം നടത്തി. ടൗൺ ലയൺസ് ക്ലബിൻ്റെ സ്നേഹനിധികളായ അംഗങ്ങളെ, നമ്മുടെ ഈ എടത്വ സെക്ഷൻ പോലെ തന്നെ കേരളത്തിൻ്റെ 756ഓളം വരുന്ന സെക്ഷനുകളിൽ ഇന്ന് 6-8 വരെ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ഈ ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളാണ്, അപ്പോൾ ഇവിടെയാണ്. അങ്ങനെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഞങ്ങൾ ഭാരവാഹികൾക്കും കൂടാതെ ഇതിൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഞങ്ങളുടെ ഓവർസിയർ ശ്രീ ജയചന്ദ്രൻ അവർകൾക്കും വിശിഷ്യ ഒരു ഇതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരുടെ ഒപ്പം മക്കളുടെയും കുട്ടികളുടെയും ഒക്കെ കൂടെ ഇരുന്ന് ഓണം ഉണ്ണുന്ന ആ ഒരു പ്രതീതി ഇപ്പോൾ ഞങ്ങളൊരു 6 പേര് കൂടി ഇവിടുന്ന് ഓണം ഉണ്ണുമ്പോൾ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അതിനെ സഹായിച്ച നമ്മുടെ എടത്വ ടൗൺ യൂണിറ്റിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. സംസ്ഥാനത്ത് വീണ്ടും 55,000 കടന്ന് സ്വർണ്ണവില. 55,040 രൂപയ്ക്കായിരുന്നു തിങ്കളാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വ്യാപാരം.
തിങ്കളാഴ്ച പവന് 120 രൂപ കൂടിയതോടെയാണ് സ്വർണത്തിന്റെ വില 55,000 കടന്നത്. 4 ദിവസത്തിനിടെ 1,400 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. 6,880 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒറ്റ ദിവസം 960 രൂപയുടെ വർധനവാണ് 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ മാറിയത്. ആഗോള വിപണിയിലെ വർധനവാണ് ഇവിടെയും സംഭവിച്ചതെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. കേരളത്തിലെ നെല്ല് സംഭരണം പരിഷ്കരിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച ഡോക്ടർ വി.കെ. ബേബി കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ്. കർഷകർക്ക് അനുകൂലമായ ശുപാർശകളാണ് റിപ്പോർട്ടിലെന്ന സൂചനകളാണ് ലഭ്യമായിട്ടുള്ളതെന്ന് സംഘടന കുട്ടനാട് മേഖലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ ചെറുകാട്. നെല്ലിന്റെ ന്യായമായ വില, സംഭരണ വില രൊക്കം, മില്ലുകാരുടെ ചൂഷണം, പ്രാദേശിക ഗോഡൌണുകൾ, കൈകാര്യ ചെലവ് തുടങ്ങിയ വിഷയങ്ങളിൽ കർഷകർക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് വി.കെ. ബേബി കമ്മിറ്റിയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ഈ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും ഔസേപ്പച്ചൻ ചെറുകാട് ആവശ്യപ്പെട്ടു. കിടങ്ങറയിൽ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഡോക്ടർ വി.കെ. ബേബി കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച ഒരു കമ്മിറ്റിയാണ് വി.കെ. ബേബി കമ്മിറ്റി എന്ന് പറയുന്നത്. സർക്കാർ തന്നെ നേരിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഈ ഡോക്ടർ വി.കെ. ബേബി കമ്മിറ്റി. ഈ കമ്മിറ്റി കേരളത്തിലെ നെല്ല് സംഭരണം വളരെ സുതാര്യമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം നെല്ല് സംഭരണം പ്രക്രിയ വളരെ സുതാര്യമായി മുന്നോട്ട് പോകണം, നിലവിലുള്ള സംഭരണ പ്രക്രിയ ഉടച്ചു വാർക്കണം എന്നുള്ളത് ഈ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നെല്ല് കൊടുക്കുമ്പോൾ നെല്ലിൻ്റെ രൊക്കം പണം കർഷകന് ലഭിക്കുക, നെല്ല് കൊടുത്താൽ തന്നെ PRS നൽകുക, നെല്ലിൻ്റെ പണത്തിന് വേണ്ടി റിവോൾവിംഗ് ഫണ്ട് നീക്കിവെക്കുക, പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഗോഡൌണുകൾ പണിത് നെല്ല് സംഭരണം നടത്തുക, അതുപോലെ തന്നെ ഈ സംഭരണ രംഗത്തു നിന്ന് ഏജന്റുമാരെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക. അങ്ങനെ കർഷകർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഡോക്ടർ വി.കെ. ബേബി കമ്മിറ്റി റിപ്പോർട്ട്. നെല്ല് സംഭരണ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ സ്വയം തകരുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ നെല്ല് സംഭരണ സമ്പ്രദായത്തിനുള്ളതെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. കർഷകരും ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്ന് വി.കെ. ബേബി കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് മഹാത്മാ അയ്യൻകാളി ട്രോഫി ജലോത്സവം ചമ്പക്കുളം കണ്ടങ്കരിയിൽ നടത്തി. അയ്യൻകാളി മെമ്മോറിയൽ ബോട്ട് ക്ലബിന്റെയും കണ്ടങ്കരി നിവാസികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ചെറുവള്ളംകളി മത്സരം. കണ്ടങ്കരി കമ്മ്യൂണിറ്റി സെന്ററിന് സമീപം നടത്തിയ വള്ളംകളി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടനാട്ടുകാരുടെ മനക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും ഒക്കെ ഒരു ഉത്സവമാണ് ഈ ജലോത്സവം. മതസൗഹാർദ്ദത്തിന്റെ പെരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ വള്ളംകളി. നമുക്കറിയാം, മൂലം ജലോത്സവത്തോടു കൂടിയാണ് നമ്മുടെ വള്ളംകളികളുടെ ആരംഭം തന്നെ. മൂലം ജലോത്സവമാണ്. വള്ളംകളി എന്ന് പറയുമ്പോൾ നമ്മുടെ അഖണ്ഡതയും ഐക്യവും മതസൗഹാർദ്ദവും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ചെറിയ വള്ളംകളികൾ. ഇങ്ങനെ ചെറുവള്ളംകളികളൊക്കെ സജീവമാവുമ്പോൾ അത് ടൂറിസം മേഖലയെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വിജയത്തിനും തന്നെ കാരണമാവുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ രണ്ടാമത് മഹാത്മാ വള്ളംകളി ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നടന്നു. ഇപ്രാവശ്യം രണ്ടാമത്തെ വള്ളംകളിയാണ്. ഇതുപോലെ ഇന്നൊരു വള്ളംകളി നടക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലവും കൂടിയാണ് ഇന്ന് ഈ ജലോത്സവം ഇവിടെ നടക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ബോട്ട് ക്ലബ് ചെയർമാൻ കെ. സുരേഷ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ജി. ജലജകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. എങ്ങും കാണുന്നില്ല ഒരു വാർഡിലേക്ക് രണ്ട് ചെറുവള്ളംകളി എന്ന് പറയുന്നത്. ചമ്പക്കുളം പഞ്ചായത്തിന്റെ 6ാം വാർഡിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വിജയൻ സാർ മെമ്മോറിയൽ വള്ളംകളിയായിരുന്നു. അത് വളരെ വിജയകരമായി തന്നെ നടന്നു. ഇന്ന് അവിട്ടം എന്ന മഹാത്മാ അയ്യൻകാളി ജലോത്സവം നമ്മുടെ 440 കമ്മ്യൂണിറ്റി ഹാളിന്റെ വാതിലുള്ള തോട്ടില് വളരെ ആഹ്ലാദപൂർവ്വം നടക്കുകയാണ്. ചെറുവള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്.
ബി ഗോപാലകൃഷ്ണൻ മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. നെടുമുടി CI എ നൌഫൽ സമ്മാനദാനം നിർവഹിച്ചു. 1, 2, 3, 5, 7 തുഴക്കാരുള്ള വള്ളങ്ങളുടെ മത്സരമാണ് സംഘടിപ്പിച്ചത്. KPMS പ്രസിഡന്റ് കണ്ടങ്കരി മുരളീധരൻ, കണ്ടങ്കരി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ടിജോ പതാലിൽ, KPMS നെടുമുടി യൂണിയൻ സെക്രട്ടറി M. സുരേഷ്, സംഘാടക സമിതി കൺവീനർ മോനി ജോസഫ്, NSS കരയോഗം പ്രസിഡന്റ് KP കൃഷ്ണദാസ്, കണ്ടങ്കരി SNDP യോഗം പ്രസിഡന്റ് പവിത്രം പണിക്കർ, കണ്ടങ്കരിക്കാവ് ദേവസ്വം പ്രസിഡന്റ് തുളസിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ RO പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ നേരിട്ടിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. ക്ഷേത്രത്തിൽ പ്രതിദിനം എത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പലപ്പോഴും കുടിവെള്ള സൗകര്യം ലഭ്യമായിരുന്നില്ല. ഇതിന് പരിഹാരം തേടിയാണ് ഉപദേശക സമിതി മുൻകൈയെടുത്ത് RO പ്ലാന്റ് സ്ഥാപിച്ചത്. അമ്പലപ്പുഴ കൃഷ്ണകൃപയിൽ TM ശാന്തമ്മയാണ് 90,000 രൂപ ചെലവിൽ ക്ഷേത്രത്തിൽ RO പ്ലാന്റ് നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ഓമനക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം പ്രകാശനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ P. ദിലീപ് കുമാർ RO പ്ലാന്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ ഒരു ചിരകാല സ്വപ്നമായിരുന്നാണ് കുടിവെള്ളം ക്ഷാമം. ആ കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടി ചൂടുവെള്ളവും RO പ്ലാന്റ് ഒരു ഭക്തൻ സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിപ്പിക്കപ്പെട്ടത്. എല്ലാ ഭക്തജനങ്ങളുടെയും തുടർന്നും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഇതിലൂടെ അഭ്യർത്ഥിക്കുക. ഉപദേശക സമിതി പ്രസിഡന്റ് K. കവിത, സെക്രട്ടറി B. ശ്രീകുമാർ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 6,880 രൂപ, പവന് 55,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.